യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയണം പ്രിയപ്പെട്ടവരെ. നമുക്ക് എല്ലാവരുടെ മുന്നിൽ ഏറ്റുപറയാൻ കഴിയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ രക്ഷ കിടക്കുന്നത് അവിടെയാണ്. എന്ത് പറയാ? എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യും. ഈ ഒരു വിശ്വാസം ഹൃദയത്തിൽ അടിയുറയ്ക്കുമ്പോഴാണ് നമുക്ക് നീതീകരണത്തിൻ്റെ രക്ഷ ലഭിക്കുന്നത്. തുടർന്ന് വചനം പറയാ, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇത് ഏറ്റുപറയണം, ഇത് പ്രഖ്യാപിക്കണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇത് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടോ? അനേകം സാക്ഷ്യങ്ങൾ ലോകത്ത് പറയുമ്പോഴും ആരെ മഹത്വപ്പെടുത്താനാണ് നമ്മളിത് പറയുന്നത്? നമ്മുടെ ജീവിതം കൊണ്ടൊരു മഹത്വമുണ്ടോ? നടന്ന അത്ഭുതങ്ങളിൽ മാത്രമല്ല യേശു ഏകരക്ഷകനാകേണ്ടത്. സഹിക്കുമ്പോഴും പീഡയേൽക്കുമ്പോഴും ഈ വേദനയിലും ഏകരക്ഷകൻ യേശു മാത്രമാണെന്ന് പറയാനുള്ള ദൃഢവിശ്വാസമാണ് ഈ മരിയം പ്രതിഷ്ഠ നടത്തുന്ന മക്കളോട് ദൈവത്തിന് ആഗ്രഹിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപ വേണം. യേശു മാത്രമാണ് നമ്മുടെ രക്ഷകൻ എന്നുള്ളത് ഹൃദയത്തിൽ കുറിച്ചിടണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യേശുവിനെ നാഥനും രക്ഷകനുമായി ഏകരക്ഷകനായി സ്വീകരിക്കാതെ ആർക്കും പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. അത് ഈശോ തന്നെ പറഞ്ഞ ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയത്തിൽ കുറിച്ചിടണേ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം, മനുഷ്യർക്ക് രക്ഷ ലഭിക്കുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നൽകപ്പെട്ട നാമം യേശു എന്ന നാമമാണ്. ഈ നാമത്തിലാണ് വിടുതൽ സംഭവിക്കുന്നത്. ഈ നാമത്തിലാണ് സൗഖ്യം സംഭവിക്കുന്നെങ്കിൽ ഈ നാമത്തിൽ മാത്രമേ ഈ ലോകത്തിൽ നിന്ന് വരാനിരിക്കുന്ന ലോകത്തിലേക്ക്, നിത്യജീവൻ്റെ ലോകത്തിലേക്ക്, മരണമില്ലാത്ത, സമയമില്ലാത്ത, എന്നും ജീവനുള്ള ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാനവരാശിയോട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 846 മുതൽ 848 വരെയുള്ള ഖണ്ഡികകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യരാശിയുടെ ഏക മധ്യസ്ഥനും ഏക രക്ഷയും യേശുക്രിസ്തുവിൽ മാത്രമാണ്. യേശുക്രിസ്തുവിൽ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ എല്ലാ ദൈവങ്ങൾ ഒന്നാണ്. അതിലൊരു ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് അബദ്ധ സിദ്ധാന്തങ്ങളാണ്. മറിച്ച് യേശു ഏക രക്ഷകനാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും ദൈവവചനം സാക്ഷ്യം വഹിച്ചുവെങ്കിൽ ആ ദൈവത്തെ തന്നെ പ്രഘോഷിക്കണം. നീ ഏത് സമുദായത്തിലും സമൂഹത്തിലും ജീവിച്ചാലും നിന്റെ ദൈവത്തെ നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കണം. നീ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. നിന്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കൃപയുടെ, കരുണയുടെ മുഖമായി മാറാൻ നീ ആഗ്രഹിക്കണം പ്രിയ കുഞ്ഞെ. അവിടെയാണ് കൃപ ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, 1-ാം പ്രമാണം എന്ന് പറയുന്നത് യേശു ഏക രക്ഷകനായി അംഗീകരിക്കുന്നവർക്ക് മാത്രമേ 1-ാം പ്രമാണം അനുസരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 1-ാം പ്രമാണം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗത്തെ വെളിപ്പെടുത്തുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം. നീ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നിന്റെ ചുറ്റുപാടുകളിൽ പല ദേവന്മാരും പല അസ്വസ്ഥതകളും നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പുറപ്പാട് 20-ാം അധ്യായം 2-3 വചനം പറയുക, നീ എന്നെ മാത്രമേ ആരാധിക്കാവൂ. നീ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഈശോ പഠിപ്പിക്കുക. 1-ാം പ്രമാണം, ദൈവത്തെക്കാൾ മറ്റൊന്നിനും സ്ഥാനം കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം വിശുദ്ധർക്ക് നൽകരുത്. ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കരുത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നതും പാടുന്നതും എന്താണെന്ന് തിരിച്ചറിയണം. ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ആഴത്തിൽ കിടക്കുമ്പോൾ നമുക്ക് യേശു മാത്രമാണോ ഏകരക്ഷകൻ എന്ന് ചിന്തിക്കണം. പണം ചിലർക്ക് രക്ഷകനായി മാറുമ്പോൾ അവരുടെ ദൈവം പണമായിട്ട് മാറും. കുടുംബം ചിലപ്പോൾ രക്ഷയായിട്ട് മാറും. വ്യക്തിബന്ധങ്ങൾ ഇതിന് മുകളിൽ നിൽക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ഭർത്താവിന് ഭാര്യയുടെ മുകളിലായിരിക്കണം യേശുവിൻ്റെ സ്ഥാനം.
ഒരു പുരോഹിതന് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലായിരിക്കണം ഈശോയുടെ സ്ഥാനം. ചിലപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ കരയില്ല. കാരണം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിൽ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അവിടെയാണ് യേശു ഏക രക്ഷകനായിട്ട് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാത്തിനോടും സ്നേഹിക്കുമ്പോഴും അതിൻ്റെ ഒരു പടി മുകളിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. അവിടെയാണ് നമുക്ക് കൃപ കിട്ടുന്നത്. വിശുദ്ധനായ ലൂയി ഡി മോൺഫോർട്ട് പറയുക, മറിയത്തിലൂടെ യേശുവിലേക്ക് ഒരു പാത ഇന്നു മുതൽ, യേശുവെന്ന ഏകരക്ഷകൻ്റെ പാത തുറക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കണം. യേശു ലോകരക്ഷകനാണെന്ന് നമുക്ക് പ്രഘോഷിക്കാൻ കഴിയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ പറയുക, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും തന്നെ യേശുവെന്ന ഏക രക്ഷകന് വേണ്ടി സഹിക്കേണ്ടി വന്നാലും അതിൽ നിലനിൽക്കുന്നതാണ് ഈ ഏക രക്ഷകനെ വിശ്വസിക്കുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കരുത് ഈ അനുഗ്രഹത്തിൻ്റെ കൂടുതൽ വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായെന്നറിയോ? നമുക്ക് യേശു ഏക രക്ഷകനല്ല, കാര്യം നടത്തി തരുന്നവനെ രക്ഷകനാക്കി മാറ്റുന്നതല്ല, മറിച്ച് തന്നാലും തന്നില്ലെങ്കിലും യേശു ഏക രക്ഷകനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനോടൊപ്പം മരിക്കാനും യേശുവിനോടൊപ്പം ജീവിക്കാനും സഹനങ്ങൾ നമുക്ക് കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ സാക്ഷ്യം എന്താണ്? യേശു ഏക രക്ഷകനാണെന്ന്. വിശുദ്ധ അഗസ്തീനോസ് പറയുക, ക്രിസ്തുവിലല്ലാതെ മറ്റൊരു രക്ഷ ഈ ലോകത്തില്ല. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രഖ്യാപനമാണത്. വിശുദ്ധനായ തോമസ് അക്വിനാസ് പറയുക, മനുഷ്യരുടെ രക്ഷ പൂർണ്ണത നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. മനുഷ്യരക്ഷയുടെ പൂർണ്ണത നിൽക്കുന്നത് യേശു എന്ന ദൈവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുക, മറിയം നമ്മെ യേശുവിലേക്ക് നയിക്കുന്നു. യേശുവാണ് നമ്മുടെ ഏക രക്ഷകൻ. ഈ വിശുദ്ധരെല്ലാം പഠിപ്പിക്കുന്നത് രക്ഷാകര മാർഗത്തിലെത്താൻ യേശുവിനെ നാഥനും രക്ഷകനും ഏക ദൈവവുമായി നീ അംഗീകരിക്കണം. ദൈവം ലോകത്തെ ഒത്തിരി സ്നേഹിച്ചു, എന്നാൽ ലോകം ദൈവത്തെ സ്നേഹിച്ചില്ല. നീ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്നേഹം ദൈവം അറിയുന്നതായി മാറണം. തൻ്റെ പുത്രനെ നൽകത്തക്ക വിധം നിന്നെ സ്നേഹിച്ച പിതാവിനെ നീ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ദൈവിക പദ്ധതി നിറവേറ്റണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുക, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് നിത്യജീവൻ. തൻ്റെ ഏകജാതനെ നൽകത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രമായി സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. അതുകൊണ്ടാണ് യേശുവൻ ഏകരക്ഷകൻ എന്ന് പറയുന്നത്. ലോകത്തുള്ള ഏതു മനുഷ്യനെയും ശിക്ഷിക്കാതെ അവനോട് കരുണ കാണിച്ച് നിത്യജീവനിലേക്ക് എത്തിക്കാൻ ഈശോയ്ക്ക് കഴിയും. ഞാനൊന്ന് യേശുവിനെ നാഥനും രക്ഷകരുമായി സ്വീകരിച്ചാൽ മതി. പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. തുടർന്ന് പറയുക, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശിക്ഷാവധി അവൻ്റെ മുന്നിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായത് യേശു ക്രിസ്തുവാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം പറയുക, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവ നിങ്ങൾക്കെഴുതിയത്. എന്ന് പറയുക, ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. യേശു സ്ഥാപിച്ച കുമ്പസാരം എന്ന കൂദാശ നീ സ്വീകരിക്കുമ്പോൾ നീ അറിയണേ, യേശുവിൻ്റെ നാമത്തിലാണ് നിൻ്റെ പാപങ്ങൾ മോചിക്കുക. യേശുവിൻ്റെ നാമത്തിലാണ് നീ മാമോദിസ മുങ്ങുക. യേശുവിൻ്റെ നാമത്തിലാണ് സ്ഥൈര്യലേപനം സ്വീകരിക്കുക. യേശുവിൻ്റെ രക്ഷാകരമായ കൃപയിലാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. രോഗീലേപനം നൽകുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കണ്ണുകളുടെ, കാതുകളുടെ, കൈകാലുകളുടെ, അധരത്തിൻ്റെ പാപങ്ങൾ മോചിക്കുക. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങൾക്ക് മോചനമുണ്ട്.